സോപ്പ് പൊടിയൊക്കെ കഴിഞ്ഞു. അവൻ പോകുമ്പോൾ വാങ്ങാൻ പറയണം. ഞാൻ കുറച്ച് വൈകിട്ടാ വരാന്, വെറുതെ വിളിച്ചുകൊണ്ട് നിൽക്കണ്ട. എന്നാ ശരി. ആ ശരി. മുജീബേ, നീ വരുമ്പോഴേ സോപ്പ് പൊടി വാങ്ങിച്ചോട്ടാ, സോപ്പ് പൊടി കഴിയാനായി. ആ ശരി താത്ത. വേറെ എന്തെങ്കിലും വേണോ? വേറെ വെളിച്ചെണ്ണയും വാങ്ങിച്ചോ. ആ ശരി ശരിട്ടാ. ആ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി കാത്തിരിക്കുകയാണ് സാധനത്തിന്റെ ലിസ്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇവറ്റ കള്ളിനെ കൊണ്ട് തോറ്റു. ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് മറ്റുള്ളവര് സമാധാനം കൂടി കളയാൻ. ഛേ, ഷഹാന, എന്നാ ഇത്തിരി ബിരിയാണി ഉണ്ടാക്കിയതാണേ. എന്നാ ഇന്നെന്താ സ്പെഷ്യല്? മോളുടെ ബർത്ത്ഡേ ആണേ, അതാണ്. ബർത്ത്ഡേ ആണ്. അത് ശരി. എന്ത് ചിക്കൻ ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയെ. അവൾക്ക് അതേ ഇഷ്ടമുള്ളൂ. വേറെ മട്ടനും ബീഫും ഒന്നും അവൾ കഴിക്കില്ല. നിന്റെ നാത്തൂൻ എന്താണ് ഇനി ഭർത്താവിന്റെ വീട്ടിലേക്കൊന്നും പോണില്ലേ? പോണൊന്നുമില്ലാത്ര, ഇവിടെ തന്നെ നിൽക്കുകയാണത്ര. എന്തൊരു ശല്യമാണെന്ന് അറിയാതാത്ത. നമ്മൾ ഒരു മാസത്തിന് വീട്ടിലത്തെ സാധനങ്ങൾ വാങ്ങി വെച്ചാലേ ഒരാഴ്ച ആകുമ്പത്തിന് അതൊക്കെ തീർക്കും. ആഴ്ചക്കാഴ്ചക്ക് ഒരു ലോഡ് സാധനങ്ങളുടെ ലിസ്റ്റ് പറയും. നീ എല്ലാത്തിനും ഒരു കൺട്രോൾ വെക്കി. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവനെ താത്താനെ നോക്കി നോക്കി ഒരു കടങ്കാരനാവും. കെട്ടിയവൻ മരിച്ചതെന്ന് പറഞ്ഞിട്ടേ ഇനി ജീവിതകാലം മുഴുവൻ ആങ്ങളുടെ ചെലവിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതന്നെ, ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഒരു വിചാരം വേണ്ടേ അല്ലേ? ആങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്, ആങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഇക്കാനെ കൊണ്ട് പറഞ്ഞിട്ടേ അവൾക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ. പിന്നെ ജോലിയായി കഴിഞ്ഞാൽ സ്വന്തം കാര്യമെങ്കിലും നിന്റെ നാത്തും നോക്കുമല്ലോ. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അല്ലാണ്ടിരുന്നാലേ ഞാനും എനിക്കും കഷ്ടത്തിലാവും. ഈ പാത്രേ ഞാൻ നിങ്ങക്ക് പിന്നെ കൊണ്ട് തരാട്ടോ ഇന്നാത്താ. പിന്നെ തന്നാ മതി. ഇതെന്താ ബിരിയാണിയൊക്കെ? ഇന്നെന്താ സ്പെഷ്യല്? ഇത് അടുത്ത വീട്ടിലത്തെ സുഹൃത്താത്ത തന്നതാണ്, അവന്റെ മകളുടെ ബർത്ത്ഡേ ആയിട്ട്. അത് ശരി. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കിയതാണെന്ന്. കഴിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ ബിരിയാണി? തലശ്ശേരി ബിരിയാണിയാണ് തോന്നുന്നു. താത്ത കഴിക്കാൻ വരുന്നില്ലേ? താത്താക്ക് കൊടുക്ക് ബിരിയാണി. അതിന് ആകെ എന്തിന് ഇത്തിരിയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും തിന്നാനുള്ളത് അവര് തരുമോ? നിങ്ങൾ ബിരിയാണി കഴിക്കുക. ആകെ ഇതിൽ ഇത്തിരിയേ ഉള്ളൂ. താത്താക്കും കുറച്ച് കൊടുക്കുന്നു. അല്ലടാ, എനിക്ക് സാധാ ചോറ് മതി. എനിക്ക് ബിരിയാണി അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതിന്റെ മസാലയൊക്കെ എനിക്ക് കഴിച്ചാലേ വയറെരി. എനിക്ക് ചോറ് മതി. നീ എന്ത് വർത്താനാണ് പറഞ്ഞത്? താത്താക്ക് വിഷമമായോ എന്തോ? പാവം തന്നെ. അതിന് വിഷമമായി എന്താണ്? ഈ വീട്ടിൽ ഉണ്ടാക്കുന്നതൊക്കെ 4 നേരം വെട്ടി വിഴുകണില്ലേ, അതൊക്കെ മതി. ഇനിയിപ്പൊ അടുത്ത വീട്ടിൽ കൂടി തിന്നണ. നീ എന്താ ഇങ്ങനെ? പാവം താത്ത. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ താത്താക്ക്. നമ്മൾ വേണ്ടേ നോക്കാൻ? നിങ്ങൾ നോക്കിയോ നോക്കാണ്ടിരിക്കോ എന്തെങ്കിലും ചെയ്യ്. എനിക്കെന്താണ്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ എങ്ങനെ ഇരുന്ന് തിന്നുണ്ടല്ലോ. എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞൂടെ നിങ്ങക്ക്? വെറുതെ എങ്ങനെ ആങ്ങളൊക്കെ ഒരു ഭാരമാകാണ്ട്? എനിക്ക് ഭാരമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാ? എന്റെ താത്ത എനിക്കൊരു ഭാരമല്ല. എന്റെ താത്ത ജോലിക്ക് പോകേ. എന്റെ താത്ത ജോലിക്ക് പോയിട്ടേ ഇവിടെ സമ്പാദിച്ചു കൊണ്ടുവരണ്ട. അതിന് ഞാനുണ്ട്. മനസ്സിലാവണ്ട? നീ നിന്റെ വായടക്കി മിണ്ടാണ്ട് നിന്നാ മതി. എനിക്കേ എന്റെ താത്ത ഒരു ഭാരമല്ല. ഞാൻ നോക്കിക്കോളാം താത്താനെ. നീ നോക്കണ്ട. നിങ്ങക്ക് നിങ്ങളുടെ താത്ത വലിയ കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് അതൊരു ശല്യം തന്നെയാണ് ഈ വീട്ടില്. ഷഹാന, നീ നിന്റെ വായടക്കിക്കോ. താത്ത എന്തുകൊണ്ട് അവിടെ വന്ന് നിൽക്കണമെന്ന് കുറച്ചെങ്കിലും ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാവും. നിനക്കാണ് ഇതുപോലെ അവസ്ഥ എങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരില്ലേ? അതപ്പം നോക്കാം ഞാൻ. മുജീബേ,
എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തടാ. എനിക്ക് വീട്ടിലിരുന്നിട്ട് ബോറടിക്കാൻ തുടങ്ങിയടാ. താത്ത എന്തിനാ ജോലിക്ക് പോണത്? താത്താക്ക് എന്താ ആവശ്യം പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചു തരാം. ഓ, ഇവരിത് എന്ത് ഭാവിച്ചാണ്? അതല്ലേ ജോലിക്ക് പോകാന്ന് പറയുന്നത്. അതല്ലടാ, എനിക്ക് ഈ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞാലേ പിന്നെ ഫ്രീ ആയിരിക്കുമ്പോഴേ വിൽക്കാനെ പറ്റി ഓരോ ആലോചനകളാണ്. പിന്നെ വിഷമാവും ഓരോന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ താത്താക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കണ്ട. താത്താക്ക് പുറത്തൊക്കെ ഇറങ്ങിയാലേ ഒന്ന് സമാധാനം കിട്ടും. ഞാനൊന്ന് നോക്കട്ടെ. സമാധാനം. എന്തായാലും ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലോ. നാശം. കറണ്ട് ബില്ല് ഓ, 3800 രൂപയാ. ഷഹാന, ഇതാ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. കറണ്ട് ബില്ല? അതിന് എന്റെ അടുത്ത് തരുന്നത് എന്തിനാണ്? താത്തപ്പ ജോലിക്കൊക്കെ പോണില്ലേ, ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ട് ആർക്കാണ്? കെട്ടിയവന് മക്കളൊന്നും ഇല്ലല്ലോ. ഇത്തിരി കറണ്ട് ബില്ല് കെട്ടിയെന്ന് വെച്ചിട്ട് ഒന്നും വരാൻ പോണില്ല. 5-6 മാസമായില്ലേ താത്ത ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം ആങ്ങളിനെ പിഴിഞ്ഞിട്ടേ എത്ര കാലമാണ് ഇങ്ങനെ ജീവിക്കുക? ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് താത്താക്ക് നോക്കാം. അതിനെനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. നാളെയാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് 1 മാസം തികയുള്ളൂ. എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കെട്ടിക്കോളാം. എന്തായാലും കിട്ടുമല്ലോ, നാളെ മറ്റന്നാളോ. ആ കറണ്ട് ബില്ല് എന്തായാലും താത്താന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, കിട്ടുമ്പോ കെട്ടിയാൽ മതി. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, ആങ്ങള് വന്നാലേ ചെവിയിൽ ഓതി കൊടുക്കാൻ നിൽക്കണ്ട. ഇതെന്താ ഈ മാസം കറണ്ട് ബില്ല് വന്നില്ലേ? കറണ്ട് ബില്ലൊക്കെ താത്ത തന്നെ കെട്ടി. താത്തയാ? താത്ത ഇപ്പൊ ജോലിക്കൊക്കെ പോണില്ലേ, അപ്പൊ കറണ്ട് ബില്ലൊക്കെ ഇത്തിരി കെട്ടട്ടെ. ഷഹാന, നീ നിന്റെ വായ അടക്കിക്കോ, അല്ലെങ്കിൽ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. പറഞ്ഞില്ലേ വേണ്ട. താത്താനെ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. നിങ്ങളുടെ താത്ത എന്ന് ഈ വീട്ടിൽ വന്നോ അന്ന് തൊട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമില്ല, നോക്കണമില്ല. നിങ്ങളുടെ താത്താക്ക് ഇപ്പൊ ജോലിയൊക്കെ ആയിട്ടുണ്ടല്ലോ. വേറെ വീട് നോക്കിയിട്ടേ മാറി താമസിക്കാൻ പറയും. എനിക്കും വേണം ഇത്തിരി സമാധാനം സ്വസ്ഥതയൊക്കെ ഈ വീട്ടില്. എനിക്കിപ്പോ എന്താണ്? സമാധാനം സ്വസ്ഥതയും വേണം, അത്രയല്ലുള്ളൂ. തരാം, നേരം എടുക്കട്ടെ. അപ്പം പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ശല്യം. ഈ വീട്ടിൽ നിന്ന് പോകുമല്ലോ നാളെ. 6-7 മാസമായി അതിന് സഹിക്കണ്. നേരം വെളുത്തതോടുകൂടി അതിന് ഇനി കാണണ്ട. ഒന്ന് ഉറങ്ങട്ടെ സമാധാനത്തിൽ. വേഗം റെഡിയാക്ക്, എടുക്കാനുള്ളതൊക്കെ എടുക്ക്. എങ്ങട്? നീയല്ലേ പറഞ്ഞത് സമാധാനം സ്വസ്ഥതയുമാണെന്ന്? വേറെ വീട് നോക്കിയിട്ടുണ്ട് കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. എനിക്ക് വേഗം റെഡിയാക്കും. നമ്മളെങ്ങോട്ട് പോണ്? നിങ്ങളുടെ താത്താനെ കൊണ്ട് പോവാൻ പറയും. ഈ വീട്ടിൽ നിന്ന് പോണ്ടതേ നീ ഞാനാണ്. ഇത് നമ്മുടെ വീടൊന്നുമല്ല, ഇത് താത്താന്റെ വീടാണ്. താത്താക്കെ അളിയൻ കെട്ടിക്കൊടുത്തതാണ്. താത്താന്റെ വീട്ടിലിരിക്കാണ്ട് പിന്നെ എവിടെ പോകാനാണ്? അപ്പൊ ഈ വീട് നിങ്ങളുടെ അല്ലേ? നമ്മുടെ കല്യാണത്തിന് മുമ്പേ താത്ത എന്നോട് പറഞ്ഞതാണ് ഈ വീട്ടിൽ വന്ന് താമസിച്ചോളാൻ. ഈ വീട് വെറുതെ കിടക്കല്ലേ, അപ്പൊ നമ്മളെ കൊണ്ട് താമസിച്ചോളം പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ താമസമാക്കിയത്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ആരാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതെന്ന്? വാ ഇറങ്ങ്. നീ ഈ വീട്ടിലിരുന്നാലേ താത്താക്ക് ഒരു സമാധാനം കൊടുക്കൂല. താത്തയെങ്കിലും ഇത്തിരി മനസമാധാനത്തിൽ ഇരിക്കട്ടെ. എന്താ മുജീബ് നീ കാണിക്കുന്നത്? ആ ബാഗ് അവിടെ വെക്ക്. ആരും ഈ വീട്ടിൽ നിന്ന് എവിടേക്കും പോണില്ല. നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ ഇരുന്നുണ്ടാവില്ലേ? അവിടെ ഇരിക്കും വിൽക്കാന്റെ ഓരോ ഓർമ്മകളാണ്. പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആയ എങ്ങനെയാണ്? അല്ല താത്ത, ഞങ്ങളെന്തായാലും ഇറങ്ങട്ടെ. താത്താക്ക് ഇവളുടെ സ്വഭാവം അറിയണ്ടാണ്. ഇവളിവിടെ ഇരുന്നാലേ താത്താക്ക് മനസ്സമാധാനം കിട്ടൂല. അത് സാരമില്ല, അവൾ എന്റെ അനിയത്തിയല്ലേ, അവൾക്ക് അറിയാത്തത് കൊണ്ടല്ലേ. നീ വേണ്ട പറഞ്ഞ് മനസ്സിലാക്കാന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അവള് പറയണത് കൊണ്ട്. താത്ത, എനിക്ക് അറിയാണ്ടാണ് കാര്യങ്ങളൊക്കെ. താത്ത ഇനി മുതൽ ജോലിക്ക് പോകുന്നു. അത് സാരമില്ല ഷഹാന, ഞാനിപ്പോ ജോലിക്ക് പോകുമ്പോഴേ എനിക്കൊരു സമാധാനമുണ്ട്. മുജീബ് ആ ബാഗ് അവിടെ വെക്ക്. നിങ്ങൾ ആരും ഇവിടെ നിന്ന് എവിടേക്കും പോണില്ല.
കണ്ടാ നീ ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ട് താത്താന്റെ സ്വഭാവം കണ്ട അതാണ്ട് എന്റെ താത്ത ഇരിപ്പിക്കാൻ നടക്കണവള്